ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആഷ്ന സോൺ. ഇന്നൊരു ഫ്രൈഡേ ആണ്, വീക്കെൻഡ്. അപ്പോൾ എല്ലാവർക്കും ലീവായിരിക്കും ഇവിടെ. ഇന്നപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോവാം. ഫാഹലോട്ടാണ് പോകുന്നത്. കുറേ സാധനമൊന്നുമില്ല, കുറച്ച് സാധനം മേടിക്കാൻ. അപ്പോൾ അങ്ങോട്ടേക്ക് ബസ്സിലാണ് പോകുന്നത്. നല്ല ചൂടാണ്. ഇപ്പം സമയം 4 മണി കഴിഞ്ഞു, എന്നിട്ടും നല്ല ചൂടാണ്. അപ്പോൾ ഫാഹയിലെത്തി നേരെ അൽക്കൂത്ത് മാളിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഫ്രൈഡേ ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല തിരക്കായിരിക്കും. 4-4:30 ആയിട്ട് ചൂടിന് യാതൊരു കുറവുമില്ല. ഇന്ന് നോക്കിയിട്ട് പൊടിക്കാറ്റില്ല, ഇല്ലെങ്കിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. ബസ് ഇറങ്ങിയിട്ട് റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് നടക്കാനുണ്ട്. അൽക്കൂത്തിൽ നേരെ പോകുന്നത് ബാത്ത് ആൻഡ് ബോഡി സെക്ഷനിലോട്ടാണ് കേട്ടോ. അവിടെ കുറച്ച് ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട്. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്ക് ലീവായതുകൊണ്ട് ക്രോസ് ചെയ്യാനും കുറച്ച് പാടാണേ. അപ്പോൾ ഇതാണ് അൽക്കൂത്ത് മാളുടെ എൻട്രൻസ്. ഉള്ളിലേക്ക് കയറുമ്പോൾ ചെറുതായിട്ട് ബാഗ് ചെക്ക് ചെയ്യും. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഞാൻ നേരെ പോണത് ബാത്ത് ആൻഡ് ബോഡി സെക്ഷനിലോട്ടാണ്. ഇവിടെ 75% വരെ ഓഫർ ഉണ്ട് കേട്ടോ. 1 KD 250 ഫിൽസിൽ തുടങ്ങി 3 KD അങ്ങനെ ഓഫറുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ബാത്ത് ആൻഡ് ബോഡിയിലെ ചേസിങ് ഫയർഫ്ലൈസ് ആണ്. അപ്പോൾ അതിന് ഓഫർ ഉണ്ടായിരുന്നു. 8 KDയുടെയൊക്കെ സാധനം 2.250 ഫിൽസിന് ഉണ്ടായിരുന്നു. ചേസിങ് ഫയർഫ്ലൈസിൻ്റെ ഒരു ഷവർ ജെല്ലും ഒരു ബോഡി ബട്ടറും എടുത്തിട്ട് ബാക്കി എല്ലാത്തിൻ്റെയും സ്മെല്ലൊന്ന് ടെസ്റ്റ് ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്മെല്ല് അതാട്ടോ തോന്നിയത്. ബാക്കിയൊന്നും നോക്കിയിട്ട് എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഏറെക്കുറെ ഒരുപോലെ സിമിലറായിട്ടുണ്ട്. പിന്നെ അതും മേടിച്ച് ബില്ലും അടച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഇതിലേക്കൂടെ ചുമ്മാ ചുറ്റിക്കറങ്ങി നടക്കണം. ഒരാഴ്ച മൊത്തം ഡ്യൂട്ടി എടുത്തിട്ട് അതിന് ശേഷം കിട്ടുന്നൊരു വീക്കെൻഡ് ഭയങ്കര സ്ട്രെസ് റിലീഫാണ് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. ഇവിടെ നിന്ന് ഇനിയിപ്പം വാങ്ങിക്കാനൊന്നുമില്ല, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുക, അത്ര തന്നെ. എനിക്ക് തോന്നുന്നു കുവൈറ്റുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടാവും. അൽക്കൂത്ത് മാളിനോട് ചേർന്ന് ഇത് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഫിഷ് മാർക്കറ്റ്, ചിക്കൻ, അങ്ങനെ പച്ചക്കറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ബൾക്കായിട്ട് കിട്ടുന്ന മാർക്കറ്റ് ഉണ്ട്, വലിയ മാർക്കറ്റ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ പോകുന്നത് ഗ്രാൻഡിലോട്ടാണ്. പുറത്തിറങ്ങിയപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. പൊടിക്കാറ്റല്ല, ചൂട് കാറ്റാണ്. വെയിൽ താന്നു. അവിടെ സമയം പോയത് അറിഞ്ഞേയില്ല. ചെറിയൊരു മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെയാണ് നമുക്ക് ഗ്രാൻഡിലോട്ട് പോകേണ്ടത്, ഫാഹൽ ഗ്രാൻഡിലോട്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മാംഗ്ലൂർ ഓർമ്മ വന്നേ. ഇതുപോലെ വില കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും മാംഗ്ലൂർ 2 സൈഡിലും. അപ്പം ഗ്രാൻഡിൽ കുറച്ച് നടക്കാനുണ്ട്. ആ കാണുന്നതാണ് ഗ്രാൻഡ്. ഒരുപാട് ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ല, കാരണം അതുപോലെ ഗ്രാൻഡിൽ ആൾക്കാരാണ്. എനിക്ക് ഗ്രാൻഡിൽ മെയിനായിട്ട് എടുക്കുന്നത് കുക്കറാണ്, പ്രഷർ കുക്കർ. പീജിയണിൻ്റെ ഒരു പ്രഷർ കുക്കർ മേടിച്ചു. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ കാര്യത്തിലും ചോക്ലേറ്റിനും എല്ലാത്തിനും ഓഫറുണ്ട്. അപ്പം ഞാൻ പതുക്കെ അതൊക്കെ നടന്ന് കാണും. എനിക്ക് മെയിനായിട്ട് പച്ചക്കറി ആയിരുന്നു എടുക്കേണ്ടത്, പക്ഷേ പച്ചക്കറി സെക്ഷനോട് കയറാൻ പറ്റത്തില്ല, അതുപോലെ ആൾക്കാരായിരുന്നു. പിന്നെ നേരെ അവിടുന്ന് കുക്കറിൻ്റെ ബില്ലും അടിച്ച് ഫുഡ് സെക്ഷനിലോട്ട് പോയി. ഗ്രാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ ഇവിടെ നിന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ അതിലും തിരക്കായിരുന്നു. പിന്നെ ഒരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്ത് ഒരുപാട് നേരം നിന്നു. സാധാരണ ഗ്രാൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് സെക്ഷനിൽ കയറി എന്തെങ്കിലും കഴിക്കുന്നതായിരുന്നേ. ഇന്ന് ഇരിക്കാൻ പോലും സ്ഥലമില്ല, അതുപോലെ തിരക്കായിരുന്നു. ഇത് ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാട്ടോ ചോറും കറിയും കാണുന്നത്. വാഴയിലയിൽ പൊതിഞ്ഞിട്ട് ചോറ്,
പിന്നെ ഒരു കേടിക്കാട്ടോ അത് ഞാനിപ്പോൾ കണ്ടത്. പിന്നെ ജ്യൂസ് വന്നു, ജ്യൂസ് കുടിച്ചു. ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേഷൻ ആവുന്നുണ്ട് ഒന്ന് ചെറുതായിട്ട് നടക്കുമ്പോൾ തന്നെ. പിന്നെ നേരെ വിട്ടു ലുലു മാളിലോട്ട്. അവിടെ ആൾക്കാർ കുറച്ച് കുറവായിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. അവിടെയും കയറി ഫുഡ് സെക്ഷനിൽ. വൈകിട്ട് ഇനി ഉണ്ടാക്കാൻ മടിയായിട്ട് കഴിക്കാൻ പാഴ്സൽ മേടിച്ചു. പിന്നെ മീൻ സെക്ഷനിലോട്ട് പോയി. ഞാൻ അയില വെട്ടിക്കാൻ കൊടുത്തിട്ടുണ്ട്, ഇവർ വെട്ടിത്തരും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി മീനുകളുണ്ട് കേട്ടോ. എനിക്ക് അയിലയാണ് ഇഷ്ടം. പിന്നെ കുറച്ച് പച്ചക്കറി എടുത്തു. കൂർക്ക കണ്ടപ്പോൾ കൊതിയായിട്ട് കൂർക്ക കുറച്ച് മേടിച്ചു. ഉണ്ടാക്കാൻ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് കൂർക്ക വെച്ചിട്ടില്ല, അപ്പോൾ ഉണ്ടാക്കാൻ അറിയില്ല. അമ്മേനെ വിളിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നേരെ ഇനി ഹോസ്റ്റലിലോട്ട് പോവാണ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഭയങ്കരമായിട്ട് ടയേർഡായി. അത് ഈ കാലാവസ്ഥയുടെ ആയിരിക്കും. വൈകിട്ടായി കേട്ടോ. 3 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടേ ഇല്ല. ഇനി നേരെ മെഹബുള്ളയിലോട്ട്. അവിടെയാണ് ഫ്ലാറ്റ്. ഇവിടുന്ന് 1.5 KD-യാണ് കേട്ടോ അവിടേക്ക് ടാക്സിക്ക്. ബസ്സിന് വരുവാണെങ്കിൽ 250 ഫിൽസേ ഉള്ളൂ. ടാക്സിക്ക് പോവുകയാണെങ്കിൽ 1.5 KD ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതാട്ടോ ഞങ്ങളുടെ ഇന്നത്തെ കോസ്റ്റ്യൂം. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്, ടേക്ക് കെയർ.